ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ബസൂക്ക കണ്ടു. ഒറ്റ ലൈനിൽ പറയാനാണെങ്കിൽ പക്ക മമ്മൂക്ക സ്റ്റൈലിഷ് മൂവി. നവാഗതനായിട്ടുള്ള ഡിനോ ഡെന്നിസ് ആണ് ഇതിന്റെ ഡയറക്ടർ. വളരെ മികച്ച രീതിയിൽ, ഐ മീൻ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഇത് പടം മൊത്തത്തിൽ എടുത്തേക്കുന്നത്. പിന്നെ മലയാളികൾക്ക് തീരെ പരിചയമില്ലാത്ത, ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഗെയിമിംഗ് അറ്റ്മോസ്ഫിയർ ആണ് പടം മൊത്തത്തിൽ. ഇങ്ങനെ ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങും സിനിമാറ്റിക് എക്സ്പീരിയൻസും ആണ് ബസൂക്ക. സ്ക്രീൻ പ്ലേ അത്യാവശ്യം എൻഗേജ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ചിലയിടങ്ങളിൽ സ്ക്രീൻ പ്ലേ വീക്ക് ആയിട്ടുണ്ട്, ലോജിക്കൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഒരു പരിധിനപ്പുറത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം അത് കവർ ചെയ്തത് അതിന്റെ ഒരു മേക്കിങ്ങും മ്യൂസിക്കും മമ്മൂക്കയുടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസും ഒക്കെ കൊണ്ടാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ബസൂക്ക. ഇതില് സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിട്ടുള്ള മറ്റു ആളുകൾക്ക് ശരിക്കും പറയാനാണെങ്കിൽ അത്ര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റോൾ ആർക്കും തന്നെ ഇല്ല. മമ്മൂക്ക മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൽ മമ്മൂക്കയുടെ ഷോ, മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ഷോ, ആ സ്വാഗ്, ഇതാണ് വൺ ഓഫ് ദ ഹൈലൈറ്റ്. പിന്നെ മ്യൂസിക്, പിന്നെ നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത ആ ഒരു ഗെയിമിംഗ് ത്രില്ലർ. ഈ ഗെയിമിംഗ് ത്രില്ലർ പ്ലസ് മമ്മൂക്ക സ്വാഗ് പ്ലസ് ആ സ്റ്റൈലിഷ് മേക്കിംഗ്, അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഒരു വെറൈറ്റി കൺസെപ്റ്റ്, വെറൈറ്റി മോഡിലുള്ള ഒരു പടമാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കണമെങ്കിൽ ബസൂക്ക നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്തായാലും പടം ഇഷ്ടപ്പെട്ടു. ഞാനിതിന് ഒരു 8.4 ആണ് റേറ്റിംഗ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.